ഒരിക്കൽ മര്യാദയ്ക്ക് വന്ന് നിന്നോട് പറഞ്ഞാലടാ ഞാൻ. നാലാള് കൂടി ഒരുത്തനടിക്കുന്നത് നമ്മൾ മൊത്തം നസ്രാണികളുടെയും അന്തസ്സിന് കേടാ. വീട്ടിൽ പോടാ, വീട്ടിൽ പോകാൻ. അളിയന്മാരാണെങ്കിലും പ്രായം കൊണ്ട് നിങ്ങളൊക്കെ എന്റെ ഇളയതാ. അപ്പച്ചനല്ലെങ്കിൽ പിന്നെ മൂത്ത മരുമോനാ കാരണസ്ഥാനം. അത് നാട്ടു നടപ്പ്. ഇവിടിപ്പോ വേപ്പ് മറ്റത്തെ കുരിയച്ചൻ ആരാ? വെറും കരിവേപ്പല വലിഞ്ഞു കയറി വന്ന ഇത്തിക്കണ്ണി. അങ്ങനെ ആരെങ്കിലും കുരിയച്ചനോട് പെരുമാറിയിട്ടുണ്ടോ? എന്തിനാ പെരുമാറുന്നേ? എല്ലാവരുടെ ഉള്ളിലെടുപ്പ് എനിക്കറിഞ്ഞൂടെ? പഠിപ്പിലും പണത്തിലും ഇത്തിരി കുറവുള്ളൂ, പക്ഷെ ലോകപരിചയമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും കർത്താവിന്റെ കൃപ കൊണ്ടുണ്ട്. അളിയോതെ മിണ്ടരടി, അളിയന്റെ കോംപ്ലക്സ് കാണിക്കാനുള്ള സമയമല്ല കേട്ടോ. ഞാൻ ദാ എല്ലാവരോടുമായിട്ട് പറയുക, ഈ അമ്മച്ചിയെ എനിക്ക് ഇനി ഒറ്റയ്ക്ക് നോക്കാൻ ഒക്കുകയല്ല. തറവാട്ടിൽ ആര് താമസിക്കുന്ന അവരല്ലേ അമ്മച്ചിയെ നോക്കേണ്ടത്? എടി, അമ്മച്ചി അന്നേ അമ്മച്ചിയുടെ സ്ഥാനത്തിരിക്കണം. അമ്മച്ചിക്ക് ഇവിടെ എന്നതാ ഒരു കുറവ്? ഉണ്ണാനില്ലേ, ഉടുക്കാനില്ലേ? ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണോന്നുണ്ടെങ്കിൽ കാറ്, ജീപ്പ്, എന്നതാ വേണ്ടെന്ന് വെച്ചാ അത്. കിടക്കുന്ന മുറിയിൽ AC വേണ്ടെന്ന് പറഞ്ഞ അമ്മച്ചിയാ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടി അമ്മച്ചിയെ നോക്കുന്നേ? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ അമ്മച്ചി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവരുടെ ശ്രദ്ധ കുറവാ. എന്നാ കൊണ്ടുപോയി നന്നായി അങ്ങ് നോക്കിക്കൂടായോ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? അയ്യോ, ഞങ്ങള് പാവങ്ങളാന്നേ. ഞങ്ങക്ക് കാറ് AC ഒന്നുമില്ല. ഉള്ളതൊരു ചെറിയ വീട്, 2 ലേയിലും ലോറി. അത് ഞങ്ങളുടെ അപ്പച്ചൻ വാങ്ങിച്ചെന്നല്ലയോ? ചുമ്മാതൊന്നും അല്ലല്ലോ. ഇത് ഞാൻ എന്നെ മാനമര്യാദയ്ക്ക് നോക്കണുണ്ട്. കല്യാണത്തിന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പോലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എടി, അപ്പച്ചന്റെ അന്ന് അത്രേ കാശ് ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഉണ്ടായിരുന്നെ കൊണ്ടും കൊട്ടിയാനെ. ആ വർത്താനൊന്നും പറയണ്ട. കാര്യം വരുമ്പോ ഓരോന്ന് പറഞ്ഞേച്ച് പോവാന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാ. ഓ, ഇപ്പൊ കട്ടുന്നതും വേലയാടുന്നൊക്കെ നോക്കിയാ മതി. എന്തെങ്കിലും അസുഖം വന്ന് കിടന്നു പോയാലുണ്ടല്ലോ, നോക്കാം പിന്നെ എന്നെ കിട്ടിയല്ല. എന്നാ പിന്നെ ചോദിച്ചു കൊണ്ടുപോട്ടെ ബാംഗ്ലൂർക്ക്. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ റീത്തയുടെ മുഖം കാണുന്നത് അമ്മച്ചിക്ക് പിടിക്കില്ലല്ലോ. ആ, പിന്നെ ബാധ്യത മുഴുവൻ എന്റെ തലയില്. എനിക്കുണ്ട് കുടുംബം, പിള്ളേരും ഒക്കെ. അവർക്കാകെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മച്ചി എന്റെ മാത്രമൊന്നും അല്ലല്ലോ, എല്ലാവരുടെയും കൂടെ അല്ലയോ? ഓ, എല്ലാവരുടെയും കൂടെ അമ്മച്ചാണ്. എല്ലാവർക്കും കൂടെ ഉള്ള റബ്ബറും കുരുമുളക് ഇയാൾ ഒറ്റയ്ക്കല്ലേ നോക്കുന്നത്? റബ്ബറിന്റെ കുരുമുളകിന്റെ ഒക്കെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് വർഷം എല്ലാവരും ബോധ്യപ്പെടുത്തുന്നില്ലേ? അത് വിശ്വാസമല്ലേ? പറ, ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. ആരാന്ന് വെച്ചാൽ നോക്കി നടത്തിക്കോ. ലോറി ഓടിക്കുന്ന പോലെ എളുപ്പമല്ല കേട്ടോ തോട്ടം നോക്കാൻ. ഇച്ചിരി പാടാ. ലോറിയെ പറ്റി പറഞ്ഞു. എന്തോ ചെയ്യും? നിർത്ത്. അമ്മച്ചി ആരും നോക്കുന്നല്ലയോ പ്രശ്നം. അതിന് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പിന്നെ സ്വത്ത് വേറെ ആരെങ്കിലും അടിച്ചെടുത്തോണ്ട് പോയാലോ എന്ന് പേടിക്കും വേണ്ട. അതായിട്ട് എന്തിനാ ഇനി എന്റെ പേരില്? അവരവർക്കുള്ളത് നിങ്ങൾ ഭാഗിച്ചെടുത്തോ. നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ എലിക്കുട്ടിയെ? നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ. കർത്താവ് പറഞ്ഞിട്ടില്ലയോ, നീ വിതയ്ക്കുന്നതേ നീ കൊയ്യുന്നുള്ളൂന്ന്? അമ്മച്ചി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇതൊക്കെ കടന്ന് ജീവിച്ച് ജീവിച്ച് നിങ്ങളും എന്റെ ഈ പരുവ എത്തണം.
അംശ അധികാരിയോ സർവേരിയോ ആരെയൊക്കെയെന്ന് വെച്ചാ കണ്ടു ഒരു ദിവസം ഉറപ്പിച്ചോ ഭൂമി അളക്കാൻ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സമ്പാദ്യം. പാടത്തും പറമ്പിലും പണിയെടുത്ത് കിട്ടിയ ഓരോ പൈസയും കൂട്ടിവെച്ച് ആദ്യം ഉണ്ടാക്കിയ വീട്. ഇവിടത്തെ ഐശ്വര്യം കൊണ്ടാ എല്ലാം ഉണ്ടായേ. അത് ചെതലെടുക്കാതെ നോക്കണേന്ന് മരിക്കുന്നതിന് തലേന്നും പറഞ്ഞിരുന്നു മാത്തുട്ടിച്ചായൻ. വലിയ വീടും പറമ്പും തോട്ടമൊക്കെ ആയപ്പോഴും ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇച്ചായനുള്ളപ്പോ ആഴ്ചയിലൊരിക്കൽ വന്ന് അടിച്ചു വാരി തുടച്ചിടും. ഇവിടത്തെ തിണ്ണയിൽ കാറ്റും കൊണ്ടിരുന്ന ഇച്ചായന്റെ അടുത്തിരിക്കും പോലെ ആ ഒരു സുഖം അവിടെ ഒന്നും കിട്ടില്ല. അന്ന ഞാൻ ഊടൊക്കെ നോക്കി പോയാ എന്തേ? അല്ല അപ്പന് കള്ളു കൊടുക്കണ്ടെന്ന് ഈ ചെത്തുകാരോടും ഷാപ്പുകാരോടും ഒക്കെ പറഞ്ഞോ. ഇപ്പൊ ഇടങ്ങറായപ്പോ സമാധാനമായല്ലോ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ കുഞ്ഞിക്ക. ജീപ്പ് കയറി പോണുണ്ടപ്പോ ചാക്കോ മാപ്പിളനോട് ഞാൻ എങ്ങോട്ടാണ് ചോദിച്ചോയി. കിണാശ്ശേരി പഞ്ചായത്ത് കള്ളിട്ടാത്തോട് ഒച്ചാട്ടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഒറ്റക്ക് വിടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടി. എന്നിട്ട് എന്താ സ്ഥിരമുള്ള തന്നെ അടി. അടിയോ? ഇപ്പൊ കുഴപ്പമില്ല, ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ടുണ്ട്. അതാ അവിടെ അവിടെ അവിടെ. മോനെ റെജി, അപ്പനൊരു മീൻചട്ടി മേടിക്കാൻ വന്നതാടാ. അപ്പ എന്നെ പിടിച്ച് കെട്ടിയിട്ടിടാ. എനിക്ക് ദാഹിക്കണു, കുറച്ച് വെള്ളം താ. ആരായി ചെയ്തത്? ആരായി ചെയ്തത്? ആരും ഒന്നും ചെയ്തിട്ടില്ല. പിടിച്ചു നിൽക്കാണ്ടായപ്പോ അവിടെ കെട്ടിയിട്ടതാ. കള്ളു കുടിച്ചാ വല്ല ബോധവും വേണ്ടേ? മനുഷ്യന്മാരാണ് ഈ കള്ളു കുടിച്ചോണ്ടിരിക്കും. അതിന് കെട്ടിയിടാണ് വേണ്ടത്. ആഹാ, എത്ര ഉറുപ്പിയുടെ ചട്ടിങ്ങളോട് തല്ലിപ്പൊട്ടിച്ചെന്ന് ചോദിച്ചു നോക്ക്. കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി തല്ലിക്കൊന്നേനെ. ഒരു ചോന്ന കുപ്പായക്കാരനാണ് അപ്പനെ തല്ലി. ഓൻ എപ്പോ നോക്കുമ്പോ കാണുന്നില്ല. അപ്പം വാ പോവാൻ വരട്ടെ. നശിപ്പിച്ച സാധനങ്ങളുടെ കാശ് തന്നിട്ട് പോയാ മതി. അപ്പാ. ഇല്ലടാ, കൂടി വന്ന 100 രൂപ. 100? 650 മേലുണ്ട്. അത് വെച്ചിട്ട് പോയാ മതി. അതെ, ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ല. എന്നാ അപ്പനും ഇവിടെ നിൽക്കട്ടെ. ഞാൻ വൈകുന്നേരം കൊണ്ട് എത്തിക്കാന്ന്. അതാണ് ന്യായം. തനിക്ക് വിശ്വാസം ഉണ്ടാ? പിന്നെ ഇവരങ്ങനെ വാക്ക് പറഞ്ഞ ടീമല്ല. താൻ ഇവിടെ നിൽക്ക്. അപ്പന് കുടിക്കാൻ കൂട്ടുവന്ന ആളല്ലേ? അത് ശരി, അല്ല, അപ്പന് മോനെ, കുടിക്കാൻ കൂട്ടുന്നത് നിങ്ങളാണല്ലേ? കൂട്ടി- ദേ, മിണ്ടരുത്. ഈ സാധനം ഇവിടെ നിൽക്കട്ടെ. പറ്റിയാ ഞാൻ വന്ന് കൊണ്ടുപോകണം. നിക്കണം. അപ്പം വാ. അതെ, കാശുവാൻ എന്നെ പിടിച്ചിട്ട് കാര്യമില്ല, അവരെ പിടിക്കണം. അയാളെ പിടിക്കാൻ തനിക്ക് വിശ്വാസമുള്ള ആളല്ലേ? വിശ്വാസത്തിന് എപ്പോഴാ വാക്ക് മാറാറ്? ആ, വരട്ടെ. എത്രയും പെട്ടെന്ന് വാ മോനെ. അടി നല്ലോണം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ, ദേശക്കാർക്കുള്ള മയം ഉണ്ടാവില്ലല്ലോ അന്യദേശക്കാരാവുമ്പോ. എന്നിട്ടും ആ മാപ്പിളക്ക് ഒരു വിഷമമില്ല. ചെണ്ടപ്പുറം പോലെ ആയില്ലേ. എത്ര കിട്ടിയാണാവോ. അമ്മ ഞാനിതൊന്ന് കൊടുത്തിട്ട് വരാവേ. ആ ആ ആ. രജിച്ചായ, നിന്നെ ഗൗരി വിളിക്കുന്നു. രജിച്ചായ, എന്തിനാ അപ്പ പാവ രജിച്ചായനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത്തിരി മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ സ്നേഹിക്കുന്നവരുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൻ അതില്ലാണ്ട് പോയി പറഞ്ഞിട്ടെന്താ? തേനേ മുത്തേന്നും പറഞ്ഞ അപ്പനെ നോക്കുന്നതിനെ തിരിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കണം. നീ അപ്പനെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടാക്ക്, എന്നാലേ അപ്പൻ നന്നാവും. വാ ഭക്ഷണം കഴിക്കാം. വെളുപ്പിനുള്ള ബസ്സിന് തന്നെ പോവാം. പശുവിന് പുല്ലും വെള്ളം കൊടുക്കാൻ സീതന്നെ പറഞ്ഞേൽപ്പിക്കാം. അതപ്പം മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ. കൊണ്ടാക്ക്, നേരെ ആയിക്കോളൂ. ഞാനും കൂടി വരണോ? എന്തെങ്കിലും സഹായത്തിന്?